വഴി അറിയുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും അഭിലാഷമാണ്, ആവശ്യമാണ്. വഴി എന്ന വിഷയത്തെ തന്നെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രണ്ടായി തിരിക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ വഴി. ദൈവം മനുഷ്യനു വേണ്ടി തുറക്കുന്ന വഴി, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന വഴി. രണ്ട്, മനുഷ്യൻ്റെ വഴി. മനുഷ്യൻ സ്വയം കണ്ടെത്തുന്ന, തിരഞ്ഞെടുക്കുന്ന വഴി. പത്രോസിൻ്റെ ലേഖനമൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ കയീൻ്റെ വഴി, ബിലയാമിൻ്റെ വഴി, സങ്കീർത്തനം ശ്രദ്ധിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ വഴി, ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ വഴികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. എന്നാൽ പുറപ്പാട് 33:13 നാം ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് ആ വാക്യം: ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോശയുടെ ജീവിതം നമുക്കറിയാം 120 വർഷം കൊണ്ട് അവസാനിച്ചു. 3 40 ജീവിതമായിരുന്നു മോശയുടേത്. ആദ്യത്തെ 40 വർഷം എന്ന് പറയുന്നത് മോശ മിസ്രയീമിലായിരുന്നു. പഠിച്ചതും വളർന്നതും അവിടെയാണ്. മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച മോശ. അപ്പോൾ ആദ്യത്തെ 40 വർഷത്തിൽ ഒതുങ്ങുന്ന മോശയെ നാം ശ്രദ്ധിച്ചാൽ ഐ ആം സംതിങ്, ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ് എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് മോശയ്ക്ക് തോന്നിയ കാലമാണ് ആദ്യത്തെ 40 വർഷം. രണ്ടാമത്തെ 40 വർഷം എന്ന് പറയുന്നത് മോശ ഒന്നുമല്ലെന്നും ആരുമല്ലെന്നും മോശയെ ദൈവം ബോധ്യപ്പെടുത്തിയ കാലമാണ്. മോസസ്, യു ആർ നത്തിങ്. ഇതാണ് രണ്ടാമത്തെ 40 വർഷം. ആ 40 വർഷം മോശ മിദ്യാനിലായിരുന്നു, മോശ മരുഭൂമിയിലായിരുന്നു, അത് നമുക്കറിയാം. മൂന്നാമത്തെ 40 വർഷം എന്ന് പറയുന്നത് മോശേ, നീ ദൈവത്തോടു കൂടെയാണെങ്കിൽ ആരാകും, എന്താകും എന്ന് ദൈവം തെളിയിച്ച വർഷം. മോസസ്, യു ക്യാൻ ബി സംതിങ് വിത്ത് ഗോഡ്. ഈ 3 ഒതുങ്ങുന്നതാണ്, അടങ്ങുന്നതാണ് മോശയുടെ 120 വർഷത്തെ ആയുഷ്കാലം. ആദ്യത്തെ 40 ഐ ആം സംതിങ് എന്ന് മോശ ചിന്തിച്ച കാലം. രണ്ടാമത്തെ 40 മോശേ നീ ഒന്നുമല്ല, യു ആർ നത്തിങ് എന്ന് ദൈവം മോശയെ ബോധ്യപ്പെടുത്തിയ കാലം, അഥവാ മോശയ്ക്ക് ഞാൻ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെട്ട കാലം. മൂന്നാമത്തെ 40 വർഷം മോശേ, നീ ദൈവത്തോട് കൂടെ നിന്നാൽ
ചേർന്ന് നിന്നാൽ നീ എന്താകും, നീ ആരാകും എന്ന് മോശയെ ദൈവം ബോധ്യപ്പെടുത്തി. മോശയുടെ മുമ്പിൽ ദൈവം തെളിയിച്ചു. യു ക്യാൻ ബി സംതിങ് വിത്ത് ഗോഡ്. പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇടയനായ മോശയും ദൈവവും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം കാണാം. ഇസ്രായേൽ എന്ന ആട്ടിൻ പറ്റത്തെ നയിക്കാൻ, നടത്താൻ ഈ ഇടയനായ മോശയെ ദൈവം ഒരുക്കുന്നതാണ് 3-4 അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മോശയെ ഒരിടയനായി, നേതാവായി ഒരുക്കിയെടുക്കാൻ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത 4 പാഠങ്ങളുണ്ട്, അഥവാ 4 വഴികളുണ്ട്. മോശയെ ഇസ്രായേൽ എന്ന സഭാ സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ, ഇസ്രായേൽ സഭയെ നയിക്കാൻ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത 4 പാഠങ്ങൾ, അഥവാ 4 വഴികൾ. മറക്കരുത്, മോശയുടെ പ്രാർത്ഥന ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ്. എന്താണ് ദൈവം മോശയ്ക്ക് ആദ്യമായി കാണിച്ചു കൊടുത്ത പാഠം? ദ ലെസൺ ഓഫ് ഷെപ്പേഡോളജി. ഷെപ്പേഡോളജി എന്ന പദം പ്രസിദ്ധനായ ജോൺ മക്കാർദർ എന്ന വേദശാസ്ത്രി ഉപയോഗിച്ചു തുടങ്ങിയ പ്രയോഗമാണ്. ഷെപ്പേഡോളജി, ഇടയശാസ്ത്രം. ശരിക്കും ഇടയശാസ്ത്രത്തിൻ്റെ പാഠം, അഥവാ ഇടയശാസ്ത്രത്തിൻ്റെ വഴി, ഇതാണ് ദൈവം ആദ്യം മോശയെ കാണിച്ചു കൊടുത്ത പാഠം. ദ ലെസൺ ഓഫ് ഷെപ്പേഡോളജി. 40 വർഷം ആടുകളുടെ കൂടെയായിരുന്നു. മിസ്രയീമിലെ ജ്ഞാനം സമ്പാദിച്ച ഉന്നത ബിരുദധാരിയായ മോശയെ ദൈവം ഇടയശാസ്ത്രം പഠിപ്പിച്ചു. അമ്മാവിയപ്പൻ്റെ ആടുകളെ മേയിക്കുന്ന ചുമതലക്കിടയിൽ മോശ ക്ഷമിക്കാൻ പഠിച്ചു, സഹിക്കാൻ പഠിച്ചു. പക്ഷേ ഐ ആം സംതിങ് എന്ന് മോശയ്ക്ക് തോന്നിയ ആദ്യത്തെ 40കളിൽ മോശയെ നാം പഠിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് എതിർപ്പുള്ളവരെ, എതിരാളി എന്ന് തോന്നുന്നവരെ തല്ലിക്കൊന്ന് സ്വന്തമായി ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഒരു ആക്രമണ സ്വഭാവമുള്ള, ഒരു തീവ്രവാദ സ്വഭാവമുള്ള മോശയെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അതെ, ദ ലെസൺ ഓഫ് ഷെപ്പേഡോളജിയിലേക്ക്, ഇടയശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് ദൈവം കാണിച്ചു കൊടുത്ത ആ പാതയിലേക്ക് മോശ വന്നപ്പോൾ മോശ സഹിക്കാൻ പഠിച്ചു, ക്ഷമിക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ദൈവം മോശയെ അത് പഠിപ്പിച്ചു. ദൈവം തൻ്റെ ജനത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത പലരും, വേദപുസ്തകം നമ്മൾ ശ്രദ്ധിച്ചാൽ പലരും ഇടയന്മാരായിരുന്നു, അല്ലേ? യോസേഫ്, ഇടയൻ എന്ന നിലയിൽ യോസേഫിനെ അവതരിപ്പിക്കുന്നു ബൈബിൾ. യാക്കോബ്, യോസേഫിൻ്റെ പിതാവ് യാക്കോബ്, ലാബാന്റെ ആടുകളെ മേയിച്ചു വരുന്ന ചിത്രം നമ്മൾ കൃത്യമായി കാണുന്നു. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയിച്ചു വന്നു. അപ്പം ഇങ്ങനെ ലോകപ്രകാരം ആടുകളെ മേയിച്ചു വന്ന പലരെയുമാണ് വലിയ ദൗത്യത്തിലേക്ക്, വലിയ സമൂഹത്തിൻ്റെ നായക പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയൻ എന്ന് പറയുമ്പോൾ അത് ദാവീദിലോ യാക്കോബിലോ മോശയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. യോഹന്നാൻ 10 നാം പഠിക്കുമ്പോൾ യേശു എന്ന് പറഞ്ഞു? ഞാൻ നല്ല ഇടയൻ ആകുന്നു.
യേശുവിൻ്റെ കൈക്കീഴിലും ഇല്ലായിരുന്നോ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ആയിരക്കണക്കിന് ആടുകൾ? നമുക്കതറിയാം. തന്നെയല്ല, പാസ്റ്റർ എന്ന നമ്മൾ ഉപയോഗിക്കുന്ന പദം, അതിൻ്റെ മലയാളം എന്താണ്? ഇടയൻ എന്നാണ്. അപ്പൊ ഇടയശാസ്ത്രം പഠിച്ചവർക്ക് ദൈവത്തിൻ്റെ വഴി മനസ്സിലാകൂ പ്രിയരെ. അപ്പൊ 40 വർഷം ആടുകളെ മേയിച്ച് നടന്നപ്പോൾ ദൈവം മോശയെ തൻ്റെ വഴി പഠിപ്പിക്കുകയായിരുന്നു, തൻ്റെ വഴി അറിയിക്കുകയായിരുന്നു. അഥവാ മോശ ദൈവത്തിൻ്റെ വഴി അറിയുകയായിരുന്നു. ഉൽപ്പത്തി 31:38 യാക്കോബ് ഇടയശാസ്ത്രത്തിൻ്റെ വഴിയിൽ കണക്ക് കൊടുക്കുന്ന കഥ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വചനം കേൾക്കുന്ന അഭിഷക്തന്മാർ ശ്രദ്ധിക്കുക, ഇടയന്മാർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ നമ്മളൊക്കെ ഏറ്റെടുത്ത ഗൃഹവിചാരകത്വം നിവർത്തിക്കാൻ സർവശക്തൻ ഈ 2021 നമുക്കെല്ലാവർക്കും കൃപ ധാരാളം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ പാഠം, ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത രണ്ടാമത്തെ പാഠം, ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത രണ്ടാമത്തെ വഴി, ദ ലെസൺ ഓഫ് വിൽഡേർനെസ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മാവിയപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു. ഇവിടെ നമ്മൾ കാണുന്നത് മരുഭൂമിയിൽ നിൽക്കുന്ന മോശയെയാണ്. ദ ലെസൺ ഓഫ് വിൽഡേർനെസ്. ദൈവത്തിൻ്റെ ദൗത്യത്തിലേക്ക് മോശയെ ഒരുക്കിയെടുക്കുമ്പോൾ ദൈവം മോശയെ പഠിപ്പിച്ച രണ്ടാമത്തെ പാഠം മരുഭൂമിയുടെ പാഠമാണ്, മരുഭൂമിയുടെ വഴിയാണ്. ദ ലെസൺ ഓഫ് വിൽഡേർനെസ്. നമുക്കറിയാം, മോശ 40 വർഷം മരുഭൂമിയിലായിരുന്നു. അതെ, പാഠങ്ങൾ പഠിക്കാൻ, പക്വത പ്രാപിക്കാൻ, കരുത്താർജിക്കാൻ, ദൗത്യ നിർവഹണത്തിനുള്ള ഊർജം ഉൾക്കൊള്ളാൻ മരുഭൂമിയിലെ പാഠശാല നമ്മെയെല്ലാം സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യേശു 40 ദിവസം മരുഭൂമിയിലായിരുന്നു. അതിനുശേഷമാണ് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കായി നമ്മുടെ കർത്താവ് പോലും ചുവടുവെച്ചത്. അപ്പം 40 വർഷത്തെ മരുഭൂമിയിലെ ഇടയ സേവനത്തിന് ശേഷമാണ് പിന്നീടുള്ള 40 വർഷം മോശയെ ദൈവം ഇസ്രായേൽ എന്ന ആട്ടിൻപറ്റത്തിൻ്റെ ഇടയനായി ആ മഹാദൗത്യത്തിലേക്ക്, ലോകം കണ്ട ആദ്യത്തെ ഏറ്റവും വലിയ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മോശയെ ദൈവം കൊണ്ടുവന്നത്. ഒരു പരിശീലനവുമില്ലാതെ, ഒരു പ്രായോഗിക വിജ്ഞാനവുമില്ലാതെ ഇന്ന് ദൗത്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരാണ് ഇന്നിൻ്റെ ശാപമെന്ന് പറയാം. സഭകളുടെയും സഭാപ്രവർത്തനങ്ങളുടെയും അന്തകരായി മാറുന്നത് ഒരു പരിശീലനവും, ദൈവത്തിൻ്റെ കൈക്കീഴിൽ നിന്നുള്ള ഒരു പാഠശാലയിലെ ഒരു പ്രായോഗിക പഠനവും കൂടാതെ കേവലം ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് രംഗത്തിറങ്ങുന്നവർ സഭകളുടെ ശാപമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ യേശു 40 ദിവസം മരുഭൂമിയിലായിരുന്നു. അതിനുശേഷമാണ് ദൗത്യത്തിലേക്ക് ഇറങ്ങിയത്. പൗലോസോ കർത്താവിൻ്റെ വിളി ലഭിച്ച ശേഷം നേരെ പോയത് അറേബ്യ മരുഭൂമിയിലേക്കാണ്. നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ആളിക്കത്തുന്ന അഗ്നിജ്വാലയുടെ ശുശ്രൂഷയ്ക്കായി രംഗപ്രവേശനം ചെയ്യുന്ന ശ്ലീഹ പൗലോസിനെ നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. അതെ, മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്ന പാഠം ചെറുതല്ല. ഹോശേയ പ്രവചനം 2:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, അവൻ അവളെ. അവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ്. അവൾ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെയാണ്. ദൈവം ഇസ്രായേലിനെ, അങ്ങനെയാണ്. അപ്പൊ അവൻ അവളെ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായി സംസാരിക്കും. അതെ, മരുഭൂമി ദൈവത്തിന് ഹൃദ്യമായി സംസാരിക്കാനുള്ള പാഠശാലയാണ്.
അത് ദൈവമക്കൾ മറക്കണ്ട. എന്നെ ആ ഭാഗം വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. മരുഭൂമി, അനുകൂല ഘടകങ്ങളൊന്നുമില്ലാത്ത വരണ്ട ദേശം. പക്ഷെ മറക്കരുത്, അവിടെ ഹൃദ്യമായ ദൈവശബ്ദമുണ്ട്. മരുഭൂമിയിൽ അരുളപ്പാടുണ്ട്. യേശുവിൻ്റെ മരുവാസത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ്. അപ്പം മരുഭൂമിയിൽ പിശാചുണ്ട്, പരീക്ഷയുണ്ട്, അങ്ങനെ കാണുന്നു ആ ഭാഗം. പക്ഷേ അവിടെ തൊട്ട് താഴോട്ട് വരുമ്പോൾ അതേ മരുഭൂമിയിലാണ് ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. മറക്കരുത്, ആർക്കും പാർക്കാൻ ഇഷ്ടമില്ലാത്ത ഇടമാണ് മരുഭൂമി. ആരും പഠിക്കാൻ താല്പര്യപ്പെടാത്ത പാഠശാലയാണ് മരുഭൂമി എന്ന പാഠശാല. പക്ഷേ അവിടെ അനുകൂല ഘടകങ്ങളൊന്നുമില്ലെങ്കിലും അരുളപ്പാടുകളുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. പ്രൈസ് ദ ലോർഡ്. അരുളപ്പാട് അറിയിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ദൂതന്മാരുടെ ശുശ്രൂഷയും പരിധിയില്ലാതെ ലഭ്യമാകുന്നത് ഇതേ മരുഭൂമിയിൽ തന്നെയാണ്. മൂന്നാമത്തെ പാഠം, മോശയെ ദൈവം പഠിപ്പിച്ച മൂന്നാമത്തെ പാഠം, ദൈവം കാണിച്ചു കൊടുത്ത മൂന്നാമത്തെ വഴി, ദ ലെസൺ ഓഫ് ബേണിംഗ് ബുഷ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ കത്തുന്ന മുൾപ്പടർപ്പിന്റെ പാഠം. ഒരു നേതാവിനെ ഒരുക്കിയെടുക്കാൻ ദൈവം നടത്തുന്ന വഴികൾ നോക്കൂ, ദൈവം പഠിപ്പിക്കുന്ന പാഠം നോക്കൂ. ദ ലെസൺ ഓഫ് ബേണിംഗ് ബുഷ്, കത്തുന്ന മുൾപ്പടർപ്പിന്റെ പാഠം എന്ന് പറഞ്ഞാൽ അഗ്നിശോധനയുണ്ട്. കത്തുന്ന മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. ഫറവോനെന്നല്ല, ഹിത്യരെന്നല്ല, ഹിവ്യരെന്നല്ല, മിദ്യാന്യരെന്നല്ല, ഗിർഗസ്യരെന്നല്ല, യബൂസ്യരെന്നല്ല, മോവാബ്യരെന്നല്ല, ആരാമ്യരെന്നല്ല, ഏതു ശത്രുശക്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടാലും, ശോധനയുടെ അഗ്നിച്ചൂളയിലൂടെ ഇസ്രായേൽ സഭ കടന്നു പോകേണ്ടി വന്നാലും, മോശെ നിന്റെ ശുശ്രൂഷ കാലത്ത് അഗ്നിശോധനയുടെ കാഠിന്യത്തിലൂടെ നീ കടന്നുപോയാലും വെന്തു പോവില്ല മോശെ. നിന്റെ പരിപാലനത്തിൻ കീഴിലുള്ള ഒറ്റ ഇസ്രായേലും കരിഞ്ഞു പോകില്ല. കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകാത്ത മുൾപ്പടർപ്പിന്റെ കാഴ്ച മോശയെ ഒരസാധാരണ തലത്തിലേക്ക് നയിച്ചു എന്ന് പറയാം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശോധനകൾ നമ്മെ തളർത്തുകയില്ല, ശോധനകൾ നമ്മെ വളർത്തും. അഗ്നിശോധനയിൽ 7 മടങ്ങ് ചൂട് വർദ്ധിച്ച ചൂളയിൽ തീയുടെ പുകമണം പോലും തട്ടാതെ പുറത്തു വന്ന യഹൂദ ബാലന്മാർ അതിൻ്റെ പച്ചയായ തെളിവാണ്. വചനം കേൾക്കുന്ന എത്രയോ പേർ പുറം ലോകം കാണുകയില്ല എന്ന് മനസ്സിൽ കരുതി നെടുവീർപ്പെട്ട എത്രയോ ആളുകൾ ഇന്നും ശുശ്രൂഷയിലും ആധ്യാത്മിക ജീവിതത്തിലും അതിശക്തമായി മുന്നേറുന്നതിൻ്റെ അടിസ്ഥാന കാരണം കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല എന്ന ദൈവത്തിൻ്റെ ദ ലെസൺ ഓഫ് വിൽഡേർനെസ്, കത്തുന്ന മുൾപ്പടർപ്പിന്റെ പാഠമാണ് എന്നുള്ള കാര്യം മറക്കണ്ട. അതെ, വെന്തുപോകാതെ സൂക്ഷിക്കുന്ന, കരിഞ്ഞു പോകാതെ കാക്കുന്ന ദൈവത്തിൻ്റെ അഗ്നി സാന്നിധ്യം നമ്മോടൊപ്പം എന്നും എക്കാലവും ഉണ്ടാവും. ദൈവം മോശയെ പഠിപ്പിച്ച 4-ാമത്തെ പാഠം, ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത 4-ാമത്തെ വഴി, ദ ലെസൺ ഓഫ് ദ അൺഷൂഡ് ഫീറ്റ്. പുറപ്പാട് 3:5. ദ ലെസൺ ഓഫ് ദ അൺഷൂഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ നഗ്നപാദത്തിൻ്റെ പാഠം. ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾക്കറിയാം ഇത് ഏത് ഭാഗം ഉദ്ധരിച്ചുള്ളതാണ്. മോശയോട് ദൈവം പറഞ്ഞില്ലേ, ഈ കത്തുന്ന മുൾപ്പടർപ്പ് കാണാൻ കടന്ന് എന്ന മോശയോട് എന്താ പറഞ്ഞ്? മോശ എവിടെ നിൽക്ക? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, അതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. ചെരുപ്പിൽ അഴുക്കുണ്ട്, എന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നിന്റെ പാദങ്ങൾ വിശുദ്ധ ഭൂമിയിൽ വെക്കൂ. എന്താണ് ഇത്? നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? മോശയ്ക്ക് ദൈവം കൊടുത്ത പാഠം എന്താണ്? കാണിച്ചു കൊടുത്ത വഴി എന്താണ്? പഠിപ്പിച്ച പാഠം എന്താണ്? ഇത് വിശുദ്ധിയുടെ വഴിയാണ്. ദൈവം കാണിച്ചു കൊടുത്ത ആ പാഠത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ,
ഞാൻ ഈ പറഞ്ഞ പദം കൃത്യമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ 35:8. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല. വിശുദ്ധ വഴി. മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, പക്ഷെ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ അശുദ്ധിയുണ്ട്, അത് കള, മാറ്റിക്കള. അതെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നോക്കൂ, നഗ്നപാദത്തിന്റെ പാഠം. ചെരുപ്പിൽ അഴുക്കുണ്ട്, അത് മാറ്റണം, മാറ്റേണ്ടതെല്ലാം മാറ്റണം. ഈ 2021 സഭയ്ക്ക് അഴുക്കുള്ള ചെരുപ്പിട്ട് അധികം കാലം ഈ ലോകത്തിൽ മുമ്പോട്ട് പോകാനാവില്ല. സഭ വിശുദ്ധയും നിഷ്കളങ്കയുമാണ്. അതെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് തന്നെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, 4 വഴികളെക്കുറിച്ച്, 4 പാഠങ്ങളെക്കുറിച്ച് ഞാൻ ഓടിച്ച് പറഞ്ഞു, വിശദീകരണവും വിശകലനവും കുറച്ച്. ഇതാണോ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത പുതിയ വഴി? ഇത് മാത്രമായിരിക്കുമോ ദൈവം മോശയെ പഠിപ്പിച്ച പാഠം? അല്ല, അല്ല എന്ന് പറയേണ്ടി വരും, അല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ ശ്രദ്ധിക്കാം, പെട്ടെന്ന് ചില മിനിറ്റുകൾ കൊണ്ട് ആ ആശയം ഒന്ന് പറഞ്ഞു പോകാം. ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം നമ്മൾ പഠിച്ചാൽ 10:19 ദൈവം പ്രതിഷ്ഠിച്ച വഴിയെന്നും ജീവനുള്ള വഴിയെന്നും പുതുവഴിയെന്നും ഉള്ള പരാമർശമുണ്ട്. ദൈവം പ്രതിഷ്ഠിച്ച വഴി, ജീവനുള്ള വഴി, പുതിയ വഴി. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇതേ എബ്രായ ലേഖനത്തിൽ, അല്ലേ, ഇതേ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 11:26 മോശ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാനാവുക? പുതുവഴിയെക്കുറിച്ച്, ദൈവം പ്രതിഷ്ഠിച്ച വഴിയെക്കുറിച്ച്, ജീവനുള്ള വഴിയെക്കുറിച്ച് പരാമർശിച്ചു വന്ന പൗലോസ് മോശയിലേക്ക് വരുമ്പോൾ പറയുകയാണ് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്ന്. യേശു ജനിക്കുന്നതിന് 1500 വർഷം മുമ്പ് ജനിച്ച മോശ ക്രിസ്തുവിനെ കണ്ടെന്നോ അന്ന്? അതെ, ഈ സന്ദേശം ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മോശയെ ദൈവം കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വഴി ക്രിസ്തുവാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത ഏറ്റവും പുതിയ വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ ആമേൻ കർത്താവ് തന്നെയാണ് മോശ കണ്ട ഏറ്റവും പുതിയ വഴി, ദൈവം പഠിപ്പിച്ച വഴി, ജീവനുള്ള വഴി എന്നുള്ള സത്യം, ജീവനുള്ള പുതുവഴി എന്നുള്ള സത്യം ദൈവമക്കൾ മറക്കരുത്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ മോശ പുതിയ നിയമത്തിൽ ഉയർന്ന മലയിൽ സാക്ഷാൽ വഴിയായ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർന്ന മലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ വഴിയായ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ശുശ്രൂഷിക്കുന്ന മോശയെ ഉയർന്ന മലയിൽ നമ്മൾ കാണുന്നു. അതെ, ലോകത്തിന് പരിചയപ്പെടുത്തുവാനുള്ള ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ മുഴു ലോകത്തിന് പരിചയപ്പെടുത്തുവാനുള്ള വഴിയും ഇത് തന്നെയാണ്. സ്വർഗപ്രവേശനത്തിന്, നിത്യതയിലെത്തുന്നതിന്, ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ നിന്ന് സ്വർഗീയ കൂടാരത്തിലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദേഹമെന്ന തിരശീല ചിന്തി യേശു സ്ഥാപിച്ച വഴി, രക്ഷയുടെ വഴി, വീണ്ടെടുപ്പിന്റെ വഴി. വചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും യേശുക്രിസ്തു എന്ന ഏക വഴിയുടെ മഹത്വം അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വർഗരാജ്യപ്രവേശനത്തിന് വേറെ ഒരു മാർഗവുമില്ല, രക്ഷ പ്രാപിപ്പാൻ വേറെ ഒരു മാർഗവുമില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. അതെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വഴിയിലൂടെ, ദൈവം നമ്മെ നടത്തുന്ന വഴിയിലൂടെ വരുംകാലങ്ങളിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും വീറോടെ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു.